നമസ്കാരം ശർമാജി. നമസ്തേ. അപ്പോൾ ഇന്ന് നമുക്ക് കത്ത് വന്നിരിക്കുന്നത് കായംകുളത്തു നിന്നാണ്. ശ്രീദേവി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണെന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നിപ്പോൾ ഈ കത്ത് എഴുതുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ്. മകൾ പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നു. നല്ല പഠിക്കാൻ മിടുക്കിയായ കുട്ടിയാണ്. പക്ഷെ കുറച്ച് നാളായിട്ട് ആൾക്ക് തീരെ അറ്റൻഷൻ ഇല്ല. മാത്രമല്ല സ്ഥിരമായിട്ട് അസുഖങ്ങൾ വരുന്നുണ്ട്. പരീക്ഷയിൽ എഴുതാൻ പോകാൻ പറ്റാത്ത അവസ്ഥ പല രീതിക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം മകളുടെ ഈ സമയദോഷത്തെ പറ്റി അറിയാനും ഭാവിയെ പറ്റി അറിയാനും വേണ്ടിയിട്ടാണ് ശ്രീദേവി ഇത് എഴുതിയിരുന്നത്. വിശാഖ നക്ഷത്രം, അഷ്ടമവ്യാഴവും, മാതൃസൗഖ്യസ്ഥാനത്ത് രാഹുവും, പഞ്ചമത്തിൽ ശനിയും മനസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെ 3 ഗ്രഹങ്ങളുടെ വിപരീത സ്ഥിതിയാണ് ഒരല്പം ക്ഷീണം കാലം എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അടിസ്ഥാനപരമായി മകൾക്ക് അത്ര വലിയ ദോഷങ്ങളോ ഒന്നും ഇല്ലയെന്ന് മാത്രമല്ല, വളരെ ഗുണകരമായ ഒരു ഹോറോസ്കോപ്പാണ്. ജാതക നിലയിൽ ശുക്രൻ, ശനി, ചൊവ്വ, ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങൾ ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് നിന്നും കൊണ്ട് അതിൻ്റെ 7ാം ഭാവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴഗ്രഹം ദൃഷ്ടി ചെലുത്തുന്നതിനാൽ ഇന്ദ്രയോഗം എന്ന യോഗമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. പ്രസ്തുത യോഗം സ്ത്രീ പുരുഷന്മാർക്ക് ജാതിമതഭേദമന്യേ വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതിനകത്ത് വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഉന്നത ഡിഗ്രിയോ അങ്ങനെ പാരമ്പര്യപരമായ സ്വത്തുക്കളോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീജ്ഞാനം ഇത്യാദി സദ്ഗുണങ്ങൾ നിറഞ്ഞ ഒരു ജീവിതം ഒട്ടുമുക്കാലും ജീവിതഭാഗം മുഴുവൻ ഉണ്ടാവും. ഭാസ്വര നിലയങ്ങൾ വെച്ചിടും, വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, സത്യയും ദാനവും സൽക്കർമ്മങ്ങൾ നടത്തിടും, 6 ആണ്ട് രാജ്യതുല്യമായി വാണിടും. 6-7 വർഷം രാജയോഗം പോലും ഉണ്ടാവുന്ന ഒരു യോഗമാണ് ഇന്ദ്രയോഗം. ശുക്രൻ, ചന്ദ്രൻ, ശനി, ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഒന്നിച്ചു നിന്നും കൊണ്ട് അതിൻ്റെ 7ാം ഭാവത്തിൽ വ്യാഴഗ്രഹം നിൽക്കുകയും 7ാം ഭാവത്തിൽ വ്യാഴഗ്രഹം അംശിക്കുകയും ചെയ്യുമ്പോൾ ഇന്ദ്രയോഗം എന്ന മഹായോഗം തനിയെ വന്നു ചേരും. ജീവിതഭാഗം, ഒരു ജീവിതത്തിൻ്റെ 3/4 ഭാഗവും ഐശ്വര്യവും, വീര്യവും, യശസ്സും, ശ്രീയും, ജ്ഞാനാദികളും, സാമ്പത്തികപരമായി അഭിവൃദ്ധിയും, അഴകും ആരോഗ്യവും ആയുസ്സും സൗന്ദര്യവുമുള്ള ഭർത്താവും, ഗ്രാമപുര നിവാസികളിൽ നേതൃത്വവും, ഇലക്ഷനൊക്കെ നിന്നാൽ ഭാവിയിൽ നന്നായി വരും, നല്ല ജനപിന്തുണയൊക്കെ കിട്ടും. ഗ്രാമപുര നിവാസികളുടെ ജേതാവായിട്ട്, അതായത് നേതാവായിട്ടൊക്കെ വരാനുള്ള ഭാഗ്യങ്ങളും, അനവധി ഭവനങ്ങളും വസ്തുക്കളും വാഹനങ്ങളുടെയും ഉടമയാവാനും, പല ബാങ്കുകളിൽ നിക്ഷേപങ്ങളും, ഭാസ്വര നിലയങ്ങൾ വെച്ചിടും, വാങ്ങിച്ചിടും, വസ്തുഗൃഹം, വാഹനം മുതലായതൊക്കെ ഒന്നിലധികം പലത് വാങ്ങി കരസ്ഥമാക്കാനും, വിദ്വാനും സൗന്ദര്യവാനും ദീർഘായുഷ്മാനും ഒക്കെ ആയിട്ടുള്ള ഭർത്താവിനെ ലഭിക്കുവാനും ഒക്കെയുള്ള ഭാഗ്യം. അപ്പോൾ പിന്നെ മറ്റൊന്നും പേടിക്കേണ്ട കാര്യമില്ല. താൽക്കാലികപരമായി അഷ്ടമവ്യാഴവും, മനസ്ഥാനത്ത് ശനിയും, സൗഖ്യസ്ഥാനത്ത് രാഹുവും നിൽക്കുന്നതിനാൽ അല്പസ്വല്പം വയറ്റിനസുഖം, ക്ഷീണം, ആലസ്യം, മടി, മന്ദത, നിരുത്സാഹം ഇത്യാദികളും, ആരോഗ്യഹാനി ഇതൊക്കെ ചെറിയ തോതിൽ ഉണ്ടാവും. എത്ര വലിയ മഹാവൃക്ഷം ആണ് ആല്, പ്ലാവ് മുതലായതെങ്കിലും അതിൻ്റെ വളർച്ചയുടെ ആരംഭത്തിൽ ചുറ്റിനും വേലി കെട്ടി ആടുമാടുകൾ തിന്ന് നശിപ്പിക്കാതെയും കീടങ്ങൾ വെട്ടിക്കളയാതെയും അതിനെ പരിപോഷിപ്പിച്ച് വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ആ മരത്തിൽ ആലായാലും പ്ലാവായിരുന്നാലും മാവായിരുന്നാലും ആനയെ വരെ തളയ്ക്കാം. വലിയ വലിയ യോഗങ്ങളൊക്കെ ഉള്ള ജാതകത്തിലും അതുപോലെയാണ്.
അതിൻ്റെ പ്രാരംഭ ദശയിൽ അതിന് വളവിട്ട് കൊടുക്കുകയും അതിനെ സംരക്ഷിക്കുകയും വേണം. ആയതിനാൽ നവഗ്രഹ പൂജകൾ ചെയ്ത് ഈ കുട്ടിയുടെ ഇപ്പോഴത്തെ താൽക്കാലിക അരിക്ഷാവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തുക. പേരും നക്ഷത്രവും ചേർത്ത് നവഗ്രഹങ്ങളുടെ പത്മം ഇട്ട് വെള്ളം, ചന്ദനം, പുഷ്പം, ധൂപം, ദൈവം ഇത്യാദി പഞ്ചഭൂത ശക്തികളാൽ നവഗ്രഹങ്ങളെ സമഷ്ടിയായി ആവാഹിച്ച് പേരും നക്ഷത്രവും വീട്ടുപേരുമൊക്കെ ചേർത്ത് അത്തിമുട്ട്, ഇത്തിമുട്ട്, അയാരുമുട്ട്, പേരാരുമുട്ട്, കടുക്, കടലാടി, ചമതക്കമ്പ് മുതലായവ സൂര്യശൗര്യമധേന്ദുരുച്ച പദവിയും സന്മംഗളം മംഗള ബുദ്ധിച്ച ബുധോ ഗുരുച്ച ഗുരുതാം ശുക്ര സുഖം സംശനി രാഹു ബാഹുബലം കരോതി വിപുലം കേതു കുലസ്യോന്നതി നിത്യം പ്രീതികരാഭവന്തു ഭവതാം സർവേ പ്രസന്നാഗ്രഹ ഇത്യാദി നവഗ്രഹ സ്തോത്രങ്ങൾ കൊണ്ട് ഈ വിശിഷ്ടങ്ങളായ പേരാൽ, അറിയാൽ, അത്തിമുട്ട്, ഇത്തിമുട്ട്, ചമതക്കമ്പ് മുതലായതൊക്കെ ഹോമിച്ച് നല്ലൊരു ദേഹരക്ഷയും ഒക്കെ ധരിപ്പിച്ചാൽ ഈ കുട്ടി വലിയ ഭാഗ്യവതിയായി, ഗ്രാമങ്ങളുടെയും പട്ടണത്തിൻ്റെ അധിപതിയായി, അനവധി വസ്തുക്കളുടെ ഉടമയായി, പല ബാങ്കിൽ നിക്ഷേപമായി, സുന്ദരിയായി, ദീർഘസുമംഗരിയായി, നല്ല ഭർത്താവും സുന്ദരനും അരോഗതിളകാത്തനും വിജ്ഞാനമുള്ളവനും സൗമ്യനുമായ ഭർത്താവിനെയൊക്കെ ലഭിക്കുകയും കുലത്തിൻ്റെ പ്രധാനിയായി തീരുകയും ചെയ്യും. ഇതെല്ലാം ആയിക്കഴിഞ്ഞിന് ലെറ്റർ അയക്കാനൊക്കെ ചിലപ്പോൾ കുറച്ച് താമസം വരും. ആയതിനാൽ ഇതിൻ്റെ ലക്ഷണം കണ്ടു കഴിയുമ്പോഴേ ഒരു കത്തയച്ചാൽ ബാക്കി അതിൻ്റെ പോന്നു പോരാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞല്ലോ, ചുറ്റിനും വേര് കെട്ടിയ മരം പോലെ നമുക്ക് പല കാര്യങ്ങളും ചെയ്ത് ഈ കുട്ടിയെ വലിയ വലിയ വിഖ്യാതിയാക്കാൻ സാധിക്കും.